ഇത് വോയിസ് ഓഫ് ആർബിയ. നമ്മുടെ ശബ്ദം, നമ്മുടെ അവകാശം, നമ്മുടെ ഭാവി. നമസ്കാരം സുഹൃത്തുക്കളെ. പുതിയ ജോലി അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഇത് മിസ് ചെയ്യരുത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോലി വാർത്തകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. കേരളത്തിനകത്തും പുറത്തും വിവിധ മേഖലകളിൽ അടിയന്തരമായി ജോലിക്കാരെ ആവശ്യമുണ്ട്. ഏത് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാവുന്ന നിരവധി അവസരങ്ങൾ ഇതിനകം തന്നെ വന്നിട്ടുണ്ട്. ഏത് ജോലി, എവിടെയാണ് ഒഴിവുകൾ, യോഗ്യത എന്ത്, എങ്ങനെ അപേക്ഷിക്കാം, ഇതെല്ലാം വളരെ ലളിതമായി ഈ വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട്. അതിനാൽ വീഡിയോ അവസാനം വരെ കണ്ടാൽ മാത്രമേ എല്ലാ അവസരങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവൂ. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്. കാരണം ദിവസേന പുതിയ ജോലി വാർത്തകൾ ഇവിടെ എത്തിക്കുന്നതാണ്. അപ്പോൾ ഇനി സമയം കളയാതെ വീഡിയോ തുടങ്ങാം. കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ അവസരം 245 ഒഴിവുകൾ. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ ജോലി നേടാൻ അവസരം. ട്രേഡ് അപ്രന്റീസ് തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ്. ആകെ 245 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. താല്പര്യമുള്ളവർ ഒഫീഷ്യൽ അപ്രന്റീസ് പോർട്ടൽ രജിസ്റ്റർ ചെയ്ത് അപേക്ഷിക്കണം. ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് ട്രേഡ് അപ്രന്റീസ് തസ്തിക ഫിറ്റർ 68 ഒഴിവ്, ഇലക്ട്രീഷ്യൻ 68 ഒഴിവ്, ഇലക്ട്രോണിക്സ് മെക്കാനിക് 68 ഒഴിവ്, പ്രോഗ്രാമിംഗ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റന്റ് 10 ഒഴിവ്, ടർണർ 10 ഒഴിവ്, മെഷീനിസ്റ്റ് 10 ഒഴിവ്, വെൽഡർ 11 ഒഴിവ്. പ്രായപരിധി 18 വയസ്സിനും 24 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. SC, ST, OBC വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. യോഗ്യത ബന്ധപ്പെട്ട ട്രേഡിൽ ITI യോഗ്യത നേടിയിരിക്കണം. തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട ITI ട്രേഡിൽ ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ്. അപേക്ഷ സമയത്ത് യോഗ്യതയുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും അപ്ലോഡ് ചെയ്യണം. ശമ്പളം സ്റ്റൈഫൻ അടിസ്ഥാനമാക്കിയാണ് ആനുകൂല്യം. അപേക്ഷിക്കേണ്ട വിധം: യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പ്രൊമോഷൻ സ്കീം പോർട്ടൽ സന്ദർശിക്കുക. ആദ്യമായി അപേക്ഷിക്കുന്നവർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. ശേഷം തന്നിരിക്കുന്ന മാതൃകയിൽ അപേക്ഷ പൂർത്തിയാക്കുക. സംശയങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ നൽകിയിരിക്കുന്ന വിജ്ഞാപനം കാണുക. അപേക്ഷ ലിങ്ക്, വിജ്ഞാപന ലിങ്ക് ഈ വീഡിയോ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഫെഡറൽ ബാങ്കിൽ അവസരം. കേരളത്തിലും ഒഴിവുകൾ. ഫെഡറൽ ബാങ്ക് അപ്രന്റീസ് റിക്രൂട്ട്മെന്റ് 2026 വിജ്ഞാപനം പുറത്തിറക്കി. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലെ ബാങ്കിൻ്റെ ശാഖകളിലും ഓഫീസുകളിലുമായി അപ്രന്റീസ്ഷിപ്പ് പരിശീലനത്തിനായി യോഗ്യരായവരെ നിയമിക്കുന്നതിനാണ് ഈ വിജ്ഞാപനം. അപ്രന്റീസ്ഷിപ്പ് ഭേദഗതി നിയമം 1973 പ്രകാരമാണ് ഈ അവസരം. 2026 മാർച്ച് 1 28 വയസ്സോ അതിൽ കുറവോ പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ യോഗ്യത. 1998 മാർച്ച് 1 അതിനുശേഷമോ ജനിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് ഈ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. മുമ്പ് മറ്റൊരു അപ്രന്റീസ്ഷിപ്പ് പരിശീലനം നേടിയിട്ടുള്ളവരായിരിക്കരുത്. ബിരുദം പാസ്സായതിനു ശേഷം 4 വർഷം പൂർത്തിയാക്കാത്തവരായിരിക്കണം. 1 വർഷത്തിൽ കൂടുതൽ തൊഴിൽ പരിചയം ഉള്ളവർക്ക് ഈ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിന് അപേക്ഷിക്കാൻ കഴിയില്ല. കുറഞ്ഞത് 50% മാർക്കോടെ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും മുഴുവൻ സമയ ബിരുദം നേടിയവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. എല്ലാ ഇന്ത്യൻ സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും പരിഗണിക്കും. NTS അപ്രന്റീസ്ഷിപ്പ് പോർട്ടൽ വഴി മാർച്ച് 17 വരെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ഫെഡറൽ ബാങ്കിൻ്റെ ഈ റിക്രൂട്ട്മെൻറ്റ് ബിരുദധാരികളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. 1 വർഷത്തെ പരിശീലന പരിപാടിയാണ്. സ്ഥിരമായ ജോലിയല്ല. പ്രതിമാസം 12,000 രൂപ സ്റ്റൈഫൻ ലഭിക്കും. പരിശീലന കാലയളവ് പൂർത്തിയാക്കുന്നതിലൂടെ ഉദ്യോഗാർത്ഥികൾക്ക് വിലപ്പെട്ട തൊഴിൽ പരിചയം നേടാൻ സാധിക്കും. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ നമ്പറിലാണ് ഫെഡറൽ ബാങ്ക് അപ്രന്റീസ് റിക്രൂട്ട്മെന്റ് 2026 വിജ്ഞാപനം പുറത്തിറക്കിയത്. ഒഴിവുകളുടെ വിശദാംശങ്ങൾ, യോഗ്യത, പ്രായപരിധി, അപേക്ഷാ നിർദ്ദേശങ്ങൾ, പ്രധാനപ്പെട്ട തീയതികൾ, തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്നിവ മനസ്സിലാക്കാൻ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം ഡൗൺലോഡ് ചെയ്ത് ശ്രദ്ധാപൂർവം വായിക്കേണ്ടതാണ്.
ഈ റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷാ ഫീസ് രേഖപ്പെടുത്തിയിട്ടില്ല. നിശ്ചിത തീയതിക്കുള്ളിൽ NTS പോർട്ടൽ വഴി ഉദ്യോഗാർത്ഥികൾ രജിസ്ട്രേഷൻ അപേക്ഷയും പൂർത്തിയാക്കിയാൽ മതിയാകും. അപേക്ഷകർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ശേഷം അഭിമുഖം അല്ലെങ്കിൽ ബാങ്ക് തീരുമാനിക്കുന്ന മറ്റേതെങ്കിലും തിരഞ്ഞെടുപ്പ് രീതികളിലൂടെയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. അപേക്ഷകൾ സമർപ്പിച്ച ശേഷം തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അടുത്ത ഘട്ടങ്ങളിലായി ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കേണ്ടതാണ്. പരിശീലനത്തിൻ്റെ കാലാവധി ജോലിക്ക് പ്രവേശിക്കുന്ന തീയതി മുതൽ 1 വർഷമായിരിക്കും. അഭിമുഖത്തിനുള്ള തീയതികൾ ഫെഡറൽ ബാങ്ക് പിന്നീട് അറിയിക്കുന്നതാണ്. അപേക്ഷാ ഫോം പൂരിപ്പിക്കുമ്പോൾ വ്യക്തിഗത വിവരങ്ങൾ, വിദ്യാഭ്യാസ യോഗ്യതകൾ, ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ എന്നിവ കൃത്യമായി നൽകാൻ ശ്രദ്ധിക്കണം. ഒപ്പം ഫോട്ടോ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ എന്നിവ നിർദ്ദിഷ്ട ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഫോം സമർപ്പിക്കുന്നതിന് മുമ്പ് എല്ലാ വിവരങ്ങളും ശ്രദ്ധാപൂർവം പരിശോധിച്ച് ഉറപ്പുവരുത്തുക. ഭാവി റഫറൻസിനായി സമർപ്പിച്ച അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടോ ഒരു കോപ്പിയോ സൂക്ഷിക്കുന്നതും നല്ലതാണ്. ലിങ്ക് വീഡിയോ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് കൊച്ചി വാട്ടർ മെട്രോയിൽ ജോലി ഒഴിവ്. 127 പേർക്ക് അവസരം. കൊച്ചി വാട്ടർ മെട്രോ ലിമിറ്റഡ് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അസിസ്റ്റൻ്റ് ബോട്ട് മാസ്റ്റർ 50 ഒഴിവുകൾ, ബോട്ട് ഓപ്പറേറ്റർ 16, ടെർമിനൽ കൺട്രോളർ 20, ഡെപ്യൂട്ടി മാനേജർ ഫിനാൻസ് എന്നീ തസ്തികകളിലേക്കാണ് നിയമനം. ഓരോ തസ്തികകളിലേക്കും വേണ്ട യോഗ്യതകൾ, ശമ്പളം, അപേക്ഷിക്കേണ്ടത് എങ്ങനെ തുടങ്ങിയ വിശദാംശങ്ങൾ നോക്കാം. അസിസ്റ്റൻ്റ് ബോട്ട് മാസ്റ്റർ 50 ഒഴിവുകൾ, ശമ്പളം 22,000. 1 വർഷത്തെ നിശ്ചിതകാല കരാർ, പ്രകടനത്തെ ആശ്രയിച്ച് ദീർഘിപ്പിക്കാം. ആനുകൂല്യങ്ങൾ EPF ആരോഗ്യ അപകട ഇൻഷുറൻസ്. യോഗ്യതകൾ 12ാം ക്ലാസ്, 10ാം ക്ലാസ്, IT സഹിതം. സാധുവായ സെറാങ് മാസ്റ്റർ ക്ലാസ് 3 സർട്ടിഫിക്കറ്റ്, IV റൂൾസ് 2022 അനുസരിച്ച് അഭികാമ്യം. ഓട്ടോമൊബൈൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് എന്നിവയിൽ ITI ഡിപ്ലോമ. പ്രവൃത്തി പരിചയം കടലിലോ ഉൾനാടൻ കപ്പലുകളിലോ കുറഞ്ഞത് 6 വർഷം, അതിൽ 2 വർഷം സെറാങ് അല്ലെങ്കിൽ മാസ്റ്റർ ക്ലാസ് 3 സർട്ടിഫിക്കറ്റ് ശേഷമുള്ള പരിചയമുള്ളവർക്ക് മുൻഗണന. ഉയർന്ന പ്രായപരിധി 45 വയസ്സ്. തിരഞ്ഞെടുപ്പ്, എഴുത്തു പരീക്ഷ, രേഖാപരിശോധന, സാങ്കേതിക ക്ഷമതാ പരീക്ഷ, ഡ്രൈവിംഗ് ടെസ്റ്റ്, അഭിമുഖം, നീന്തൽ. ബോട്ട് ഓപ്പറേറ്റർ 16 ഒഴിവുകൾ, ശമ്പളം 22,000. 1 വർഷത്തെ നിശ്ചിതകാല കരാർ, പ്രകടനത്തെ ആശ്രയിച്ച് ദീർഘിപ്പിക്കാം. ആനുകൂല്യങ്ങൾ EPF ആരോഗ്യ അപകട ഇൻഷുറൻസ്. യോഗ്യതകൾ 12ാം ക്ലാസ്, 10ാം ക്ലാസ്, IT സഹിതം. ടെർമിനൽ കൺട്രോളർ 20 ഒഴിവുകൾ, ശമ്പളം 29,000. യോഗ്യതകൾ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, IT എന്നിവയിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, സമാന വിഷയങ്ങളിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള BTech ബിരുദവും പരിഗണിക്കും. ബോട്ട്, ഷിപ്പ് ഓപ്പറേഷൻ, മെയിൻ്റനൻസ്, കൺസ്ട്രക്ഷൻ, ട്രാൻസ്പോർട്ട് സിസ്റ്റം, ITS, ഓട്ടോമാറ്റിക് ഫയർ കളക്ഷൻ സിസ്റ്റം, ഇലക്ട്രിക്കൽ സിസ്റ്റം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ പരിചയമുള്ളവർക്ക് മുൻഗണന. BTech ബിരുദക്കാർക്ക് 3 വർഷവും ഡിപ്ലോമക്കാർക്ക് 5 വർഷവും യോഗ്യതാനന്തര പരിചയം നിർബന്ധം. ഉയർന്ന പ്രായപരിധി 35 വയസ്സ്. ഡെപ്യൂട്ടി മാനേജർ ഫിനാൻസ്. യോഗ്യതകൾ CA, CMA, ICWA അല്ലെങ്കിൽ CMA ഇന്റർ. കൊമേഴ്സിൽ ബിരുദാനന്തര ബിരുദം. മുൻഗണന സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പരിചയമുള്ളവർക്ക്. ഉയർന്ന പ്രായപരിധി 42 വയസ്സ്. സംവരണ ഇളവുകൾ. തിരഞ്ഞെടുപ്പ്, എഴുത്തു പരീക്ഷയോ അല്ലെങ്കിൽ അഭിമുഖമോ. അപേക്ഷിക്കാനുള്ള അവസാന തീയതി മാർച്ച് 31. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് സന്ദർശിക്കുക. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.